ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ പാഠപുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് മുഖ്യമന്ത്രി നടത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സുപ്രധാന വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു പുതിയ പ്രഖ്യാപനമായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ 9ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കുന്നതിന് മുമ്പേ വിതരണത്തിന് സജ്ജമാകുന്നു എന്നൊരു പ്രധാന അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ അടുത്ത വർഷം പുതിയ പാഠപുസ്തകമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷാ രീതി പുതിയതായിരിക്കും. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടാൻ പോണില്ല. അപ്പോൾ എല്ലാം പുതിയത്. അപ്പോൾ നിങ്ങൾ ഈ തുടക്കം മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിനു വേണ്ടി പാഠപുസ്തകങ്ങൾ നേരത്തെ വിതരണം ചെയ്യുന്നു. അപ്പോൾ ട്യൂഷന് പോയോ ചാനലുകൾ കണ്ടുമൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഉഴപ്പാൻ പാടില്ല. ഇനി ചിലപ്പോൾ അടുത്ത വർഷം തൊട്ട് ഗ്രേസ് മാർക്ക് എടുത്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു 95% കേട്ടോ. അത് ഇനി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ 10ലോട്ട് വരുമ്പോഴായിരിക്കും ഈ ഗ്രേസ് മാർക്ക് സിസ്റ്റമൊക്കെ മാറാൻ പോകുന്നത്. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ മക്കളും കൂടി ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണവും ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ നിയമസഭയിലെ ചേംബറിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് 12:30 അത് ആ പരിപാടി നടത്തുകയാണ്. അപ്പോൾ തന്നെ ഉടനെ തന്നെ സ്കൂളുകളിൽ അത് എത്തുകയും നിങ്ങൾക്കത് പുസ്തകം വെക്കേഷന് സമയത്ത് വിതരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പാഠപുസ്തകമൊക്കെ എല്ലാവരും വാങ്ങിയിട്ട് അതൊക്കെ തുടക്കം മുതൽ പഠിക്കുക, റിവിഷൻ ചെയ്യുക. അടുത്ത SSLC പരീക്ഷ എഴുതാൻ മക്കൾക്കാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത അറിയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് നിങ്ങൾ 10ലാവുമ്പോൾ തന്നെയും അതിന് ശേഷമായാലും നിങ്ങൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വാർത്തകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മാറിയ പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണവും ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.